നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തകലാലയയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് ഫോളോ ചെയ്യുന്ന നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ പറഞ്ഞ് ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു എന്നൊരു പാട്ടും ഘനശ്യാമ എന്ന പാട്ടും കൂടെ ജോയിൻ ചെയ്തു. കാര്യം സമയത്തിൻ്റെ വളരെ പരിമിതമായ ഇതാണ്, നിങ്ങൾക്കറിയാലോ, 10 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റും ഒക്കെ കൊണ്ടാണ്. ഇതിപ്പോൾ 2 പാട്ടായതുകൊണ്ട് 20 മിനിറ്റ് സമയത്തിൽ പരസ്പരം ഇട്ട് കൊറിയോഗ്രാഫി ചെയ്തേക്കാണ്. അതായത് അവരെ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറിയോഗ്രാഫി ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ടെൻഷൻ വേണ്ട, എന്തെങ്കിലും രീതിയിലേ തെറ്റിപ്പോയി മറ്റേ ആൾ കൊറിയോഗ്രാഫി ചെയ്ത ഓർമ്മയില്ലേ കയ്യിൽ നിന്നിട്ടങ്ങ് ചെയ്തോണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. മാറ്റി കൊടുക്കണ്ടേ? ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു, മാനസമേ ഇനി പാടൂ. ഓക്കെ, ഇപ്പൊ എന്താ അടുത്ത പാട്ട് മറ്റേതാണോ? അവിടെ നിന്ന് വന്നോ കേട്ടോ. മേളിലത്തെ പാട്ടാ. റെഡി? ഇതല്ലേ? കുഴപ്പമില്ല, ചെയ്.
മക്കളെ അത് കുഴപ്പമില്ല, തെറ്റിപ്പോയത് കുഴപ്പമില്ല. ഒന്നെന്ന് വെച്ചാൽ സങ്കടമായിട്ടുണ്ട്, അങ്ങനെ ഒന്നുമല്ല. എന്തിനാ, അതിന്റെ ഒരു കുഴപ്പമില്ല. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഓർക്കുക, സ്വയമാണ് തന്നിരുന്നെങ്കിൽ നിങ്ങൾ അവരവർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ഇപ്പം അത് ചെയ്യും. എനിക്കറിയാം, ഇത് ഒരാൾ പഠിപ്പിച്ച് തന്നാണ്. 2 പേര് ചേർന്ന് വരുമ്പോഴത്തേക്ക് അതിനൊക്കെ പ്രാക്ടീസിന് സമയം വേണം. അപ്പം നമ്മുടെ ഇത്രയും കുറഞ്ഞ ഒരു സമയത്തിൻ്റെ അകത്താണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം ആരെന്തെങ്ങനെ നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് നല്ലോണം അറിയാം എത്ര കുറഞ്ഞ സമയത്താണ് നിങ്ങളത് കൊറിയോഗ്രാഫി ചെയ്യുന്നതെന്ന്. ഓക്കെ, അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും, ഒരു കുഴപ്പമില്ല. തെറ്റുകൾ പറ്റും. അങ്ങനെ വരുമ്പോഴേ ഇത് ചെയ്യാതിരുന്നാൽ നിങ്ങൾ അറച്ചുകൊണ്ടിരിക്കും, വീണ്ടും 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 ചെയ്യണം. അപ്പം കുറേശ്ശെ ഈ പഠിപ്പിച്ചു തരുന്ന കൊറിയോഗ്രാഫി കുറഞ്ഞ സമയത്ത് നമ്മുടെ തലയിൽ നിൽക്കാനുള്ള ഒരു കഴിവായി വരും. അത്രയേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം ചിലത് 2 പേര് വരുമ്പോൾ എപ്പോഴും കോർഡിനേഷൻ വലിയ കാര്യമാണ് അല്ലേ, ഒരേപോലെ കളിക്കണം. അത് പ്രാക്ടീസ് ചെയ്യാതെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഷൂട്ടൊക്കെ എന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ടൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിൽ 10 മിനിറ്റ് സമയം തന്ന് അത്രയും കുറഞ്ഞ റേഞ്ചിൽ 2നും കൂടെ മാക്സിമം പോയി ഒരു 20 മിനിറ്റ് ബേസേ വരത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നത് വലിയ കാര്യമാണ്, ഒരു കുഴപ്പമില്ല. അതിലൊന്നും സങ്കടം വേണ്ട കേട്ടോ. എന്തു പറ്റി, മൂഡ് ഓഫായ? ഇല്ല. പിന്നെ ദ്വാദശിയിൽ മണി ദീപികയ്ക്ക് മഴയൊക്കെ, മഴ സമയത്ത് മഴയും ദീപവും തന്നെ. ഓ, അതാ പാട്ടിന്റെ ഇടയ്ക്ക് കാണിക്കുന്ന ഒരു സീനാണ്. ഞാൻ നോക്കിയോണ്ട് മഴയൊക്കെ പെയ്യുന്നേ, അതായത് മഴ സമയത്ത് ദ്വാദശിയിൽ വിളക്ക് തെളിഞ്ഞു. പിന്നെ കുഴപ്പമില്ല, വ്യത്യസ്തമായ ഭാവന. വിളക്ക് തെളിയിച്ചു, കത്തിക്കാവുന്ന സന്തോഷം, അങ്ങനെ വെറൈറ്റി ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല ഭാവന. നമ്മുടെ ശ്രീലക്ഷ്മി മോള് തകർന്നു. ശ്രീലക്ഷ്മി മോക്ക് കുറേ മോളെ എന്ത് ഇഷ്ടമുള്ള കുറേ പേരുണ്ടെന്നറിയോ. ശ്രീലക്ഷ്മിയുടെ എക്സ്പ്രഷൻ, ശ്രീലക്ഷ്മിയുടെ ഡാൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അതോടുകൂടി തകർന്നു, എല്ലാം പോയി. ചുമ്മാ മക്കളെ, ഒന്നുമില്ല, അതൊക്കെ വെറൈറ്റി. ഏതാ പൊട്ടെ ഇതൊക്കെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അത് എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ ശരിയായിട്ട് വരും. അപ്പം നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയുടെ കണ്ണീരിൽ സങ്കടത്തോടു കൂടി തെറ്റിപ്പോയ പശ്ചാത്താപത്തിൽ അത് ഇഷ്ടമുള്ള നോക്കിയോ, കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് വരും. നമ്മുടെ ശ്രീലക്ഷ്മി മോളുടെ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ടാറ്റയും പറഞ്ഞ് പോയിട്ട് വീണ്ടും വന്നു. അവൾക്ക് സങ്കടം ഇപ്പം താ നോക്കിയ ഒറ്റയ്ക്ക് ഇട്ട് തരും. ഒരാൾ പഠിപ്പിച്ചതാണ് നമ്മുടെ തല്ലിൽ നിൽക്കാത്ത. ഒറ്റയ്ക്കുള്ളത് ഇപ്പം ചെയ്യുമെന്ന് നോക്കിയോ, ചെയ്യും ഉറപ്പായിട്ടും, ധൈര്യമായിട്ടേക്ക് ആയിക്കോട്ടെ. ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും തെറ്റുന്ന ആർക്കും അറിയാനൊക്കത്തില്ല, കയ്യിൽ നിന്നിടും. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുക തന്നെ വേണം, അവിടെ യാതൊന്നും നോക്കരുത്. ഓക്കെ, നമുക്ക് നോക്കാം. മക്കളെ ഒന്ന് മാറിക്കേ, ശ്രീലക്ഷ്മി മോള് നിക്കട്ടെ. ആയിട്ടോ, ആദ്യത്തെ മോള് അതൊന്ന് അവിടെയല്ലേ തെറ്റിയത്. നോക്ക്, റെഡി, ചിരിച്ച് ചെയ്തോ. ലിറിക്സ് ഒന്നും നോക്കണ്ട. ഓക്കെ, ഓക്കെ, തീർന്ന്. അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ടോ, ഒറ്റയ്ക്ക് ചെയ്തപ്പോ കോൺഫിഡന്റ് ആയിട്ട് ചെയ്തേ. മറ്റേ അതല്ല, കൂടെ ആള് നിൽക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ പ്രാക്ടീസ് കറക്റ്റ് അല്ല, അവളുടെ കറക്റ്റ് ടൈമിങ് ചിലപ്പോൾ തെറ്റിപ്പോവും. തീർന്ന്, ഇത്രേ ഉള്ളൂ. അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഓക്കെ ആയാ, ചെയ്തോ. അത്രേ ഉള്ളൂ. കാര്യം നിങ്ങൾ കയ്യിൽ നിടും, കൂടെ ആളുള്ളപ്പോഴത്തേക്കും കയ്യിൽ നിടൽ നടക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ടാറ്റ പറയാം. ശ്രീലക്ഷ്മി മോളുടെ സങ്കടം മാറ്റിക്കൊണ്ട് ടാറ്റ.